ബംഗ്ലാദേശിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നതിനിടെ മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ക്രമസമാധാനം നിലനിർത്തുന്നതിൽ പരാജയപ്പെടുകയും ഭീകരവാദികൾക്ക് വളരുവാൻ അവസരം നൽകുകയും ചെയ്തുവെന്നാണ് ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തിയത്. അതേസമയം ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാവുകയാണ്. മറ്റൊരു രാഷ്ട്രീയ നേതാവിനു കൂടി വെടിയേറ്റു. ബംഗ്ലാദേശിൽ ആഭ്യന്തര അസ്വസ്ഥതകൾ തുടരുന്നതിനിടെ മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ക്രമസമാധാനം നിലനിർത്തുന്നതിൽ പരാജയപ്പെടുകയും ഭീകരവാദികൾക്ക് വളരാൻ അവസരം നൽകുകയും ചെയ്തെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിലെ നിലവിലെ പിരിമുറുക്കം പൂർണ്ണമായും യൂനസിന്റെ സൃഷ്ടിയാണെന്നും അവർ പറഞ്ഞു. യൂനസ് സർക്കാർ ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. തന്റെ പുറത്താക്കലിന് ശേഷം സാഹചര്യം വഷളായി. തുടർച്ചയായുള്ള അക്രമങ്ങൾ ബംഗ്ലാദേശിനെ ആഭ്യന്തരമായി അസ്ഥിരപ്പെടുത്തുകയും അയൽ രാജ്യങ്ങളുമായുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ വഷളാക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ അടിസ്ഥാനപരമായ ക്രമം നിലനിർത്താൻ ഭരണകൂടത്തിന് കഴിയാതെ വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ആ രാജ്യത്തിന്റെ വിശ്വാസ്യത തകരുന്നുവെന്നും അതാണ് യൂനസിന്റെ ബംഗ്ലാദേശിന്റെ യാഥാർത്ഥ്യമെന്നും ഹസീന പറഞ്ഞു. ഭീകരവാദ ഇസ്ലാമിക ഘടകങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചും ഹസീന ആശങ്ക പ്രകടിപ്പിച്ചു. ശിക്ഷിക്കപ്പെട്ട ഭീകരവാദികളെ ഇടക്കാല സർക്കാർ വിട്ടയച്ചെന്നും ഭീകരവാദികൾക്ക് ഭരണത്തിൽ പിടിമുറുക്കാൻ കഴിഞ്ഞെന്നും അവർ ആരോപിച്ചു. മതേതരത്വം ബംഗ്ലാദേശിന്റെ പ്രധാന ശക്തികളിലൊന്നാണെന്നും ഹസീന പറഞ്ഞു. ANIക്ക് ഇമെയിൽ വഴി നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവന. അതേസമയം ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാകുകയാണ്. കടുത്ത ഇന്ത്യ വിരുദ്ധനായ ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള സംഘർഷങ്ങൾ പുകയുന്നതിനിടെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനു കൂടി വെടിയേറ്റിട്ടുണ്ട്. നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവായ മൊതാലബ് ഷിക്കർക്കാണ് തലയ്ക്ക് വെടിയേറ്റത്. ഗാസി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് അജ്ഞാതരായ ആക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. നിലവിൽ അദ്ദേഹം ഖുൽന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടനകൾ ചേർന്ന് 2025 ഫെബ്രുവരി 28 രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് NCP. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ രൂപീകൃതമാകുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണിത്. വരുന്ന ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹാദിയും ഷിക്കറും ഒരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.